എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? സത്യം പറഞ്ഞാൽ മക്കളുടെ പ്രായം പറയാൻ പറ്റത്തില്ലെന്നാണ്, എന്നാലും 24 വയസ്സ് ഉണ്ടല്ലോ അല്ലേ? 24 വയസ്സുള്ള 2 പെൺപിള്ളേരുടെ അമ്മയാണ്. ഓ മൈ ഗോഡ്. ചർമ്മം കണ്ട പ്രായം പറയത്തേ ഇല്ല. എങ്ങനെയാണ് ഈ ചർമ്മം ഇത്ര യങ് ആയിട്ട് പരിരക്ഷിക്കുന്നത്? അയ്യോ എന്ത് നല്ല ചിരിയാ. പറയ്. അല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ അല്ല, കാര്യമായിട്ട്. പിന്നെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇല്ല. ഷുഗർ ഒന്നും വലിയ പ്രോബ്ലംസ് ഇല്ല. അത് പക്ഷെ എന്നാലും ഞാൻ ഷുഗർ അത്രയും മാത്രമേ നോക്കാറുള്ളൂ. ബോഡി വെയിറ്റ് കൂടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും എന്റെ അടുത്ത ചോദ്യം എന്തായിരിക്കും? എന്റെ ഏജ് ആയിരിക്കും. പ്രായം പറയുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എനിക്ക് 46 ആയി. ഇപ്പൊ നവംബറിലായിരുന്നു എന്റെ ബർത്ത്ഡേ. ശരിക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണത്. എനിക്ക് ഒരു മടിയില്ല എന്റെ ഏജ് പറയാൻ. 46. യെസ്. എന്നാ ചെയ്യുന്നത് അതൊന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറാണ്. ഈ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോയിൽ ആണെങ്കിലും ഒക്കെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ചെറിയ രീതിയിലെങ്കിലും ഒക്കെ കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നല്ല കമന്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാറ്. ആണോ? ഇത് വന്നതിന് ശേഷമാണോ ഓക്കെ അമ്മ ഇത്ര യങ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരു സാധനം നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യണത് ഇവരുടെ ഈ കമന്റുകളൊക്കെ കേട്ട് തുടങ്ങിയ പിന്നെയാണോ? അതോ അല്ല, നേരത്തെ ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങളുടെ അമ്മയെ കാണാൻ കൊള്ളാം അങ്ങനെ തോന്നുന്നത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ പക്ഷെ ഇത്ര യങ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. ഇങ്ങനെ എല്ലാരും കമന്റ്സ് വെച്ചപ്പോൾ ഇത്ര യങ് ആയിരുന്നു അത്. അപ്പൊ കമന്റ്സ് വെച്ചതിന് ശേഷം എല്ലാരും അങ്ങനെ അമ്മേനെ കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് വേറെ ഓക്കെ, ഷീസ് പ്രിറ്റി, അത് ഞങ്ങൾക്കറിയാം. അമ്മയെ സിസ്റ്റർ ഇപ്പൊ നിങ്ങൾ പുറത്ത് ഇപ്പൊ ഫംഗ്ഷനൊക്കെ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോ അമ്മേനെ കണ്ടിട്ട് സിസ്റ്റർ ആണോ, ലൈക്ക് ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത അങ്ങനെയൊക്കെ കാണുമ്പോൾ ചോദിക്കില്ലേ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ? അങ്ങനത്തെ ചോദ്യങ്ങള് ഉണ്ടായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോ അവർ നിങ്ങൾ 3 പേരാണല്ലേ, അല്ലാതെ അമ്മയാണ്. ആക്ച്വലി ഇത് നമ്മള് ഈ സന്തൂർ അഡ്വർടൈസ്മെന്റ് ഒക്കെ പണ്ട് വരുമായിരുന്നല്ലോ ടി വി. അന്നൊക്കെ ഞാൻ ചെറിയ ടൈമിൽ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ഈ ഒരു ഏജ് ആയാലും ഇങ്ങനെ ഇത്രയും ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ നമുക്കൊരു ആഗ്രഹം സത്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെൺകുട്ടികൾ വേണമെന്നുണ്ടായിരുന്നു. അത് വലുതാവുമ്പോ എന്റെ ചായ ആവണമെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമായിരുന്നു. എത്രാമത്തെ വയസ്സിലായിരുന്നു രശ്മി ചേച്ചിയുടെ കല്യാണം? 19-ലായിരുന്നു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുമ്പോഴായിരുന്നു എന്റെ കല്യാണം. ഓക്കെ. പിന്നെ 1 ഇയർ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് നല്ല സപ്പോർട്ടീവാണ്. ഹസ്ബൻഡിന്റെ പാരന്റ്സ് ആണെങ്കിലും ഗോപേട്ടനാണെങ്കിൽ ഭയങ്കര ഞങ്ങളുടെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഗോപേട്ടൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗോപേട്ടന്റെ സാന്നിധ്യത്തിൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, പുറത്തിറങ്ങുമ്പോ പയ്യന്മാരൊക്കെ ഇങ്ങനെ അത് നോക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല കേട്ടോ. ഞാൻ മാക്സിമം ഞാൻ ബിഫോർ മാരേജ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. വളരെ ഒരു എന്താ പറയാ, വളരെ ട്രഡീഷണൽ ഒരു ലുക്കായിരുന്നു. ഈവൻ ത്രെഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാ ഞാൻ.